ഓം ശാന്തി. വാഗ്ദാതയുടെ മഹാവാക്യമാണ്. ഏതുപോലെ സമയം, ഏതുപോലെ വ്യക്തി, ഏതുപോലെ സാഹചര്യം, അതിനനുസരിച്ച് തന്റെ സ്വരൂപമുണ്ടാക്കണം. അത്തരത്തിലുള്ള ഈസി നേച്ചറുള്ളവരായിട്ട് മാറും. ഈസി എന്നാൽ മോൾഡിങ്. ഏതൊന്നിനോടും അഡ്ജസ്റ്റ് ചെയ്ത് മുൻപോട്ട് പോകുന്ന നേച്ചർ. ഈസി നേച്ചറോട് കൂടി ആർക്കാണോ മോൾഡിംഗ് പവർ ഉള്ളത് അവരാണ് റിയൽ ഗോൾഡായി മാറുന്നത്. കോടിയിലും ചിലർ, അതിലും ചിലർ പരമാവധം ഭാഗ്യശാലിയായ ആത്മാവാണ് ഞാൻ. ഞാനിപ്പോൾ ബ്രഹ്മമുഖവംശാവലി ബ്രാഹ്മണ ആത്മാവായി തീർന്നിരിക്കുന്നു. ആത്മാവായ ഞാനിപ്പോൾ ബാബാമുറിയിൽ ഇരിക്കുകയാണ്. ഈ ശരീരത്തിലെ അകാല സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ജ്യോതിയായ ഞാൻ ആത്മാ വളരെ ഭാവനയോടുകൂടി ബാപ്ദാദയെ ആഹ്വാനം ചെയ്യുകയാണ്. ദേഹ അഭിമാനത്തിൽ നിന്നും മുക്തനായ ആത്മാവായ എന്റെ സ്നേഹനിർഭരമായ ആഹ്വാനം ശ്രവിച്ചിട്ട് ബാപ്ദാദ എന്റെ സമീപത്തിലേക്ക് വരികയാണ്. ബാബയുടെ ആഗമനത്തോടെ ബാബാമുറിയിൽ
ദിവ്യമായ അലൗകികമായൊരു സുഗന്ധം പരക്കുകയാണ്. ബാഗ്ദാദയുടെ ഫരിസ്താ സ്വരൂപം സുവർണമായ തേജോമയ കിരണങ്ങളാൽ പ്രകാശിക്കുകയാണ്. സുവർണ പ്രകാശം പരത്തുന്ന മാലാഖയായി ബാഗ്ദാദ എന്റെ സന്മുഖത്തിൽ നിൽക്കുകയാണ്. ബാഗ്ദാദയിൽ നിന്നും വരുന്ന വ്യത്യസ്ത നിറങ്ങളിലുള്ള തിളങ്ങുന്ന പ്രകാശധാര ഈ മുറിയിലാകമാനം വ്യാപിക്കുകയാണ്. ആത്മാവായ ഞാൻ പരിപൂർണമായിക്കൊണ്ടിരിക്കുന്നു. ആത്മാവായ എന്റെ ഈ സ്ഥൂല ശരീരവും പവിത്രമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആത്മാവായ ഞാൻ എന്റെ സ്ഥൂലമായ ശരീരത്തെ ത്യജിച്ച് ഒരു ഫരിസ്താ സ്വരൂപത്തെ ധാരണ ചെയ്യുന്നു.
ഇപ്പോൾ ആത്മാവായ ഞാൻ എന്റെ ഫരിസ്താ സ്വരൂപത്തിൽ ബാപ്ദാദയോടൊപ്പം നടക്കുകയാണ്. ഞാനും ബാബയും ഗ്ലോബിന് മുകളിൽ നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ട് ബാപ്ദാദ എനിക്കൊരു ദൃശ്യം കാണിച്ചു തരുന്നു. വളരെ വലിയ ഒരു ഹാൾ. അവിടെ ഒരു ഫംഗ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികളും യുവാക്കളും വൃദ്ധജനങ്ങളുമെല്ലാം വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും മതിമറന്ന് ആനന്ദിക്കുകയാണ്. അവർ ആഹാരം കഴിക്കുന്നു, കുടിക്കുന്നു. പരമാവധി സന്തോഷത്തിന്റെ അനുഭവം ചെയ്യുന്നു. അവിടെ അവർക്കാവശ്യമുള്ളതെന്തോ അതെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്കിടയിലുള്ള സഹകരണത്തിൽ സംസ്കാരത്തിന്റെ ഒരു കുറവ് കാണുവാൻ സാധിച്ചു. അവിടെ
ആരും തന്നെ മുതിർന്നവരെ ബഹുമാനിച്ചു കാണുന്നില്ല. യുവജനങ്ങൾ അവരുടെ ദേഹാഭിമാനത്തിന്റെ പ്രകടനത്തിലായിരുന്നു. എല്ലാവരിലും ദുരാചാരം കാണപ്പെട്ടിരുന്നു. അപ്പോൾ അവിടേക്ക് ബ്രഹ്മകുമാർ കുമാരിമാരുടെ ഒരു ഗ്രൂപ്പ് വരികയാണ്. തൂവെള്ള വസ്ത്രം ധരിച്ച് ലക്ഷ്മി നാരായണന്റെ ബാഡ്ജ് ധരിച്ച് ബാബ്ദാദയുടെ കുടിയുമേന്തി അവർ ആ വിശാലമായ ഹാളിന്റെ വാതിൽക്കൽ നിൽക്കുന്നു. അവിടെയുള്ള പ്രോഗ്രാം നടത്തുന്ന സംഘാടകരുടെ അനുവാദത്തോടെ ബ്രഹ്മകുമാർ കുമാരിമാർ പ്രദർശിനിയുടെ ഒരു കാര്യക്രമം നടത്തുകയാണ്. ഉടൻ തന്നെ ആ മുഴുവൻ ഹാളിലും നിശബ്ദത പരക്കുകയാണ്. എല്ലാവരും ആകാംക്ഷയോടെ ശ്രദ്ധയോടെ പ്രവചനം കേൾക്കുവാൻ തയ്യാറായിരിക്കുന്നു. അങ്ങനെ ആ തൂവെള്ള വസ്ത്രധാരികൾ പ്രവചനം ആരംഭിച്ചു.
ഭഗവാൻ ആരാണ്? നമ്മൾ ആരാണ്? സൃഷ്ടി ചക്രത്തിന്റെ രഹസ്യം എന്താണ്? സംഗമയുഗത്തിൽ ഭഗവാന്റെ അവതരണ വാർത്ത കേട്ട് അവിടെ ഉപസ്ഥിതരായിരുന്ന എല്ലാവരും അത്ഭുതപ്പെടുകയാണ്. ഇത്രയും ഗുഹ്യമായ ഒരു രഹസ്യം ഇതേവരയ്ക്കും അവർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ആദ്യമായി സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു രഹസ്യയുക്തമായ കാര്യം കേൾക്കുന്നതിന്റെ ഭാവം അവരുടെ എല്ലാം മുഖത്ത് വ്യക്തമായി കാണാൻ കഴിയും. ഇതെല്ലാം കേട്ട് അവർ ആനന്ദ നിർവൃതിയടയുകയാണ്. ബ്രഹ്മകുമാർ കുമാരിമാരുടെ എല്ലാവരുമായും സരളമായി ഇടപെടുന്നതിന്റെ വ്യക്തിത്വം സംയമനം പാലിച്ചുകൊണ്ടുള്ള സംസാരം നോട്ടത്തിലും വാക്കിലും ഓരോ വചനത്തിലും നിറഞ്ഞിരിക്കുന്ന മാധുര്യം ഇതെല്ലാം കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അവിടെ ഉപസ്ഥിതരായിരുന്ന എല്ലാവരുടെയും ഹൃദയം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി.
ചാടുകയാണ്. ഈ ദൃശ്യം കണ്ടുകൊണ്ട് ഫരിസ്ത ആത്മാവായ ഞാൻ മനസ്സുകൊണ്ട് ബാബയ്ക്ക് നന്ദി പറയുകയാണ്. ബാബയിൽ നിന്നും പ്രവഹിക്കുന്ന കിരണങ്ങൾ അവിടെ ഉപസ്ഥിതരായിരുന്ന എല്ലാ ബ്രഹ്മകുമാർ കുമാരിമാരിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെയും വ്യക്തിത്വത്തിൽ ഒരു ദിവ്യതയും അലൗകികതയും പ്രകടമാകുന്നു. അത് കണ്ടിട്ട് അവിടെ ഉപസ്ഥിതരായിരുന്ന എല്ലാ ആത്മാക്കളും അവരുടെ കുറവുകളെ തിരിച്ചറിയുകയാണ്. എന്നിലുള്ള സംസ്കാര വൈകൃതങ്ങൾ എന്തൊക്കെയാണ്? ആരും പറയാതെ തന്നെ അവർ സ്വയം ബോധ്യപ്പെടുകയാണ്. തങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന ഉദാഹരണമൂർത്തികളായ വ്യക്തിത്വങ്ങളെ കണ്ട് അവർ തങ്ങളുടെ സംസ്കാരത്തെ ഫരിസ്തകൾക്ക് സമാനം നിൽക്കുന്ന ബ്രഹ്മകുമാർ കുമാരിമാരുമായി താരതമ്യം ചെയ്യുന്നു. അതിലൂടെ അവരുടെ എല്ലാം ഇടപഴകൽ കൂടുതൽ സൗഹൃദപരമായി തീരുന്നു. എല്ലാവരും സന്തോഷിക്കുകയാണ്.
ബാവയുടെ പവിത്രവും ആത്മീയവുമായ കിരണങ്ങളാൽ എല്ലാ ആത്മാക്കളുടെയും ജ്യോതി പ്രകാശിക്കുകയാണ്. അവരെല്ലാവരും ബാബയുടെ കുട്ടികളായി മാറും. അവരെല്ലാവരും ബാബയുടെ ദിവ്യമായ ജ്ഞാനത്തെ സ്വീകരിച്ച് ഈശ്വരീയ പാഠശാലയിൽ വന്ന് ബാബയുടെ ശ്രീമത്തിൽ പൂർണ്ണമായും ബലിയാകും. അവിടെ ഉപസ്ഥിതരായി എല്ലാ ആത്മാക്കളും സർവരുടെ സ്നേഹിയും എല്ലാ കാര്യങ്ങളിലും സംബന്ധങ്ങളിലും സഫലത കൈവരിക്കുന്നവരും മനസ്സാ വിജയിയും വാക്കുകളിൽ മധുരതയും കൊണ്ടുവരുന്നതിൽ അവർ വിജയികളാണ്. അവരുടെ സ്വഭാവം വളരെ ഈസി ആവുകയാണ്. സമയമനുസരിച്ച് വ്യക്തികളെ മനസ്സിലാക്കി സാഹചര്യങ്ങളെ ശരിയായ രീതിയിൽ വേർതിരിച്ചറിഞ്ഞ് അതുമായി പൊരുത്തപ്പെട്ടു പോകത്തക്ക വിധത്തിൽ അവരുടെ സ്വഭാവം വളരെ ഈസിയായി തീർന്നിരിക്കുന്നു.
മറ്റുള്ളവരിൽ ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം കൊണ്ടുവരിക എന്നുള്ളത് ബ്രാഹ്മണ ആത്മാവായ ഈശ്വരീയമായ കർത്തവ്യമാണ്. ഞാൻ എന്തായിരിക്കണം? സംബന്ധ സമ്പർക്ക വ്യവഹാരത്തിൽ എങ്ങനെയായിരിക്കണം? അതിലൂടെ അന്യ ആത്മാക്കളെ തനിക്കു സമാനമാക്കി തീർത്തത് അവരെയും ഭാവിയുടെ കുട്ടിയാക്കി മാറ്റേണ്ടത് എങ്ങനെയെന്നുള്ള അതിബൃഹത്തായൊരു പാഠം ഭാവയെ പഠിപ്പിച്ചു തന്നു. സംസ്കാര പരിവർത്തനത്തിലൂടെ എങ്ങനെയാണ് സംസാര പരിവർത്തനം ചെയ്യേണ്ടതെന്ന് ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഭാവി എനിക്ക് മനസ്സിലാക്കി തന്നു. അന്യ ആത്മാക്കളിലെ കടുത്ത സ്വഭാവ സംസ്കാരങ്ങളെ പരിവർത്തനപ്പെടുത്തുക ഏകമാത്രമായ ഉപായമാണ് സ്വയം ഈസിയാവുക എന്നുള്ളത്. സ്വഭാവത്തിലെ ഈസിനെസ്, മിലൻസാർ, ഇതിൻ്റെയൊക്കെ പ്രായോഗിക തലം സൂക്ഷ്മത്തിൽ ഭാവയിലേക്ക് കാണിച്ചു തരികയാണ്. ഞാൻ അതെല്ലാം സ്പഷ്ടമായി മനസ്സിലാക്കുന്നു. ഭാവിയിൽ നിന്നും ആശീർവാദം നേടിക്കൊണ്ട് ആത്മാവായ ഞാൻ സ്ഥൂലമായ ശരീരത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
എന്റെ ലൗകിക കാര്യങ്ങളിൽ ഈസി നേച്ചർ പ്രയോഗത്തിൽ കൊണ്ടുവന്നു. ഞാൻ അതിന്റെ സ്വരൂപമാവുകയാണ്. ഇതിലൂടെ ഞാൻ നിരഹങ്കാരിയാകും. ഈ നിരഹങ്കാരിത്വം എന്നിൽ നിർവികാരതയുടെ സംസ്കാരം ജനിപ്പിക്കുന്നു. ഈ ഒരു സംസ്കാരത്തെ ധാരണ ചെയ്യുന്നതിലൂടെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു വ്യക്തിയുടെ മുൻപിലും എനിക്ക് വളരെ സരളമായി ഈസിയായി നിന്നുകൊണ്ട് നിരഹങ്കാരിത്വം എന്ന ഗുണത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവരുമായി സഹകരിച്ച് ജീവിത മണ്ഡലത്തിലെ ഓരോ കാര്യത്തിലും ഞാൻ സഫലത പ്രാപ്തമാക്കുന്ന സഫലതയുടെ മൂർത്തിയാണ്. प्रेम का प्रकाश
से अनजान थे, आत्मज्ञान पाके हुए दूर देह भान से। सद्गुणों से कर दिया है श्रृंगार मेरा, सद्गुणों से कर दिया है श्रृंगार मेरा। धन्यवाद तेरा प्रभु, धन्यवाद तेरा, धन्यवाद तेरा प्रभु, धन्यवाद तेरा। शक्ति से हम तो निडर हो गए, पवित्रता का बल मिला, हम तो अमर हो गए। सत्यता की शक्ति से हम तो निडर हो गए, पवित्रता का बल मिला, हम तो अमर हो गए। पग पग पर प्रभु साथ मेरा, पग पग पर देते हो प्रभु साथ मेरा। धन्यवाद तेरा प्रभु, धन्यवाद